എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജി തോമസ്. പ്രിയമുള്ളവരെ, ഇന്നൊരു പുതിയ വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കുട്ടികളിലുണ്ടാകുന്നതായ മറവി, ആ മറവി നമുക്ക് എങ്ങനെ ഏറെക്കുറെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു വിഷയമാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തിരക്കിലാണ്. എല്ലാവരും അവരവരുടേതായ ജോലി കാര്യങ്ങളിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതായ സമയത്ത് കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുന്നതിനകത്ത് അല്പം കുറഞ്ഞു പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു കുറവായിട്ട് തോന്നുന്നു എന്ന് തോന്നുന്നതിൻ്റെ ഒരു മെയിൻ കാരണമാണ് മറവി എന്ന് പറയുന്നത്. ആ മറവി മൂലം കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്നതായ ഓരോ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളൊരു വിഷയമാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഓരോ സബ്ജക്റ്റുകളും, അതായത് ഒരുപാടുണ്ട് പഠിക്കാനൊക്കെ ഉണ്ട്. സബ്ജക്റ്റ് കുറവാണെന്നുണ്ടെങ്കിലും കൊച്ചു ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും അവർക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. അവർക്ക് കൊടുക്കുന്നതായ വർക്കുകൾ അവരുടേതായ രീതിയിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടിലുള്ളതായ പല സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിക്കാനെ കൊണ്ട് ചിലപ്പം മറന്നു പോകും, അല്ലെന്നുണ്ടെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ചിലപ്പം ഓർത്തെടുക്കാനെ കൊണ്ട് കഴിയാതെ വരും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ മറവി എന്ന് പറയുന്നതായ ഒരു സംഭവമാണ്. നമുക്കറിയാം, മറവിയില്ലാത്തവരായിട്ട് ആരുമില്ല, എല്ലാവരും മറവിയുള്ളവരാണ്. എന്നാൽ കുഞ്ഞുങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പഠിക്കുന്ന സമയത്ത് മാത്രമേ അവർക്ക് പഠിക്കാനൊക്കത്തുള്ളൂ. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിനകത്ത് ഇപ്പോൾ ഏതൊരു സബ്ജക്റ്റാണോ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, ആ സബ്ജക്റ്റിനെ പറ്റി കുറച്ചുകൂടെ കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി രക്ഷിതാക്കളും അതേപോലെ തന്നെ അധ്യാപകരും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി പ്രയത്നിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒപ്പം കുഞ്ഞുങ്ങളും ആ വിഷയങ്ങളെപ്പറ്റി കൂടുതൽ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറവി ഏറെക്കുറെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പല രക്ഷകർത്താക്കളും വന്നിട്ട് ചിരിച്ചുകൊണ്ടുള്ള മുഖത്തോട് എന്നോട് പറയുമായിരുന്നു, അവൻ മറന്നുപോയതാണ്. പക്ഷെ ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. നമുക്കറിയാം, നമ്മൾ പഠിപ്പിക്കുന്നതായ കാര്യങ്ങൾ ഒരു വട്ടം അല്ലെന്നുണ്ടെങ്കിൽ 2 വട്ടം അല്ലെന്നുണ്ടെങ്കിൽ 5 വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ട് പിന്നെയും മറന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ മാത്രമല്ല രക്ഷകർത്താക്കളും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഒരാളിൽ മാത്രം അത് അല്ലെന്നുണ്ടെങ്കിൽ ഒരാളുടെ കുറവാണ്, അല്ലെന്നുണ്ടെങ്കിൽ ടീച്ചർമാർ പഠിപ്പിക്കുന്നതിൻ്റെ കുറവാണ് എന്നുള്ള ആ ഒരു രീതി ആക്കരുത്. നേരെ മറിച്ച് രക്ഷകർത്താക്കളും അതേപോലെ തന്നെ അധ്യാപകരും ഒരുപോലെ ആ കുട്ടികളെ മനസ്സിലാക്കിയെടുക്കണം. ഈ കുഞ്ഞിന് മറവിയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞ് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ മറവി എങ്ങനെ മാറ്റിയെടുക്കുക? ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കുക, ഇപ്പോൾ മാത്തമാറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ സയൻസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള വേറൊരു സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പഠിച്ച കാര്യങ്ങൾ, നമുക്കറിയാം ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. ആൻസർ ചിലപ്പോൾ ഒന്നായിരിക്കും, പല രീതിയിൽ ക്വസ്റ്റ്യനുകൾ വരും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ ഒരു ആൻസർ പഠിക്കുന്നതായ സമയത്ത് ചിലപ്പോൾ ആ ആൻസറിനകത്ത് ചില വാക്കുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരിങ്ങനെ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് അവർക്ക് ഒരു വേർഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ അത് അവർക്ക് നഷ്ടപ്പെട്ടു പോകും. മറവി, അതാണ് മറവി എന്ന് പറയുന്നത്. ആ ഒരൊറ്റ വാക്ക് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ അവിടെ കൊണ്ട് ആ ആൻസർ അല്ലെന്നുണ്ടെങ്കിൽ അവൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിശ്ചലമായി പോവുകയാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ എത്രമാത്രം ക്ലാസ് എടുക്കാൻ കഴിയുമോ, അല്ലെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ എത്രമാത്രം അവന് പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കാൻ കഴിയുമോ ആ രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ അവനത് മനസ്സിലാകത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും മറവി അവന് പിന്നാലെ, അല്ലെന്നുണ്ടെങ്കിൽ അവനൊപ്പം ഉണ്ടായിരിക്കും. ഇപ്പോൾ സയൻസിനകത്തൊരു ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് അവൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഏതാണോ എവിടെ വെച്ചാണോ മറക്കുന്നത് ആ വാക്കിനെ വീണ്ടും 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 റിപ്പീറ്റായിട്ട് എഴുതാനെ കൊണ്ട് പറയണം. അതേപോലെ തന്നെ ഉറക്കെ പഠിക്കുന്ന സമയത്ത് ആ ഒരു വാക്ക് തന്നെ കുറേ നേരം അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ അത് മനസ്സിൽ നിന്ന് മായാതെ പോകും. അപ്പോൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ അവനത് പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആൻസർ പറയുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ എനിക്ക് ഈ ഭാഗമായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മറന്നു പോകുന്നതെന്ന് പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും. മനസ്സിലായി? അപ്പോൾ ഒരു കുഞ്ഞിനെ നമുക്ക് മറവിയിൽ നിന്ന് കരകയറ്റാനെ കൊണ്ടുപോകും. മറവിയിൽ നിന്ന് കരകയറ്റി കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്ക് രക്ഷപ്പെടാൻ കൊണ്ടുവെക്കുന്നത്. നമുക്കറിയാം, പ്രായത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും മറവിയില്ലാത്തവരായിട്ട് ആരുമില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. എന്നാൽ നേരെ മറിച്ച് പഠിക്കുന്ന കാര്യങ്ങളിലുണ്ടാകുന്നതായ മറവി പലതും മാറ്റിയെടുക്കാനെ കൊണ്ട് കഴിയുന്നൊരു സമയമാണ് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരു വിഷയത്തിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്നതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ മറന്നു പോകുന്ന കാര്യം വീണ്ടും വീണ്ടും എഴുതിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പഠിച്ചു ഇരിക്കുന്ന സമയത്തോ നമുക്കതിനെ ആ മറവിയിൽ നിന്ന് മാറ്റിയെടുക്കാനൊക്കെ കുട്ടികളിൽ തന്നെ നമ്മളൊരു 2-3-4 പ്രാവശ്യം ആവർത്തിച്ച് പറയുമ്പോൾ കുട്ടികൾക്കും അത് അംഗീകരിക്കാൻ കഴിയത്തില്ല. ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ അവർ നമ്മളോട് തന്നെ ഒരു വല്ലാത്ത രീതിയിൽ അവർ നമ്മുടെ വാക്കുകളെ അക്സെപ്റ്റ് ചെയ്തിരിക്കും. പക്ഷേ അപ്പോൾ ആ സമയത്ത് നമ്മളവരെ കൂടുതൽ സ്നേഹിക്കുക അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കാൻ, മോനെ ഈ വിഷയത്തിലാണ് അല്ലെന്നുണ്ടെങ്കിൽ മോളെ ഈ ഒരു കാര്യത്തിലാണ് നിൻ്റെ ആ ക്വസ്റ്റ്യൻ ആൻസർ നിനക്ക് നഷ്ടമായി പോകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നിനക്കത് പറയാൻ പറ്റാതെ പോകുന്നതെന്നുള്ളതിനെ പറ്റി വീണ്ടും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് സ്നേഹത്തോടാണെങ്കിൽ സ്നേഹത്തോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തിരക്കുള്ള ജീവിതത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു മുറിയിൽ അകപ്പെട്ട് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുകയാണ്. പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നൊരവസ്ഥ നമുക്ക് കാണാനൊക്കെ സാധിക്കും. എക്സാമിൻ്റെ സമയമാകുമ്പോൾ അവർ പഠിച്ച കാര്യങ്ങൾ മറക്കാനും തുടങ്ങും. അപ്പോൾ ഈ മറവി എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് മറവിയിൽ നിന്ന് വീണ്ടും തിരിച്ചു കൊണ്ടുവരാനെ കൊണ്ടുള്ള ഒരു കഴിവാണ് നമ്മൾ രക്ഷകർത്താക്കൾ അല്ലെന്നുണ്ടെങ്കിൽ അധ്യാപകർ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, പല ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നുണ്ട്, കുഞ്ഞിന് മറവിയാണ് അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്നതായ മരുന്ന് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നവരുമുണ്ട്. അപ്പോൾ ഈ മറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്ന് കഴിച്ചുകൊണ്ട് മറവി നമുക്ക് മാറുമെന്ന് പറയാനൊക്കത്തില്ല. നമുക്കത് എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ആ രീതി മാത്രമേ അത് മാറ്റിയെടുക്കാനൊക്കെ ഒക്കത്തുള്ളൂ. എന്നാൽ മറവി ചില ആൾക്കാർ മരുന്ന് കൊടുക്കുന്നുണ്ട് മറവിക്ക് വേണ്ടി, മറന്നു പോകുന്ന കാരണം ഇന്ന മരുന്ന് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ സ്നേഹവും സംരക്ഷണവും കൊടുത്തു കഴിയുമ്പോൾ അവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ കൊണ്ടുവെക്കും. ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടുന്നതായ സ്നേഹം കൊടുത്ത് അവരോട് ആത്മാർത്ഥമായ രീതിയിൽ അവരെ മനസ്സിലാക്കി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിച്ച് കഴിയുമ്പോഴാണ് മറവി എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ കൊണ്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എവിടെ വെച്ചാണോ അല്ലെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണോ മറന്നു പോകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ കാര്യം അവൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത്, അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കടമയാണ്. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും പിന്നെയും മറന്നുപോയി മറവിയാണെന്ന് പറഞ്ഞ് നമ്മളവരെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അവരും ആ ഒരു രീതിയിൽ തന്നെ പിന്നെ അതിനെ കാണാൻ കൊണ്ട് പോകും. അപ്പോൾ പിന്നെ നമുക്ക് ഒരു രീതിയിൽ അവരെ രക്ഷപ്പെടുത്താനും കൊടുക്കത്തില്ല. ഉദാഹരണത്തിന് ഇപ്പം നീന്താൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക, അല്ലാതെ നീന്താനെ കൊണ്ട് കഴിയത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങ് ഒഴുക്കിൽ അങ്ങനെ അങ്ങ് പോത്തേ ഉള്ളൂ. പിന്നെ അവരെ നമുക്ക് രക്ഷപ്പെടുത്താനൊക്കെ ഒക്കത്തില്ല. അപ്പം രക്ഷപ്പെടുത്തേണ്ടതായ സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടതായ സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണോ അവർക്കത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആ സമയത്ത് അവരെ മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പഠിക്കുന്ന സമയത്തേ പഠിക്കാനൊക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിലാക്കി കൊടുക്കാനൊക്കത്തില്ല. ഇപ്പോൾ 5ാം ക്ലാസ്സിലെ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ 6ലേതാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളിൽ മാത്രമേ പഠിപ്പിക്കാനൊക്കത്തുള്ളൂ. ആ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 5ാം ക്ലാസ് പഠിപ്പിക്കാനൊക്കത്തില്ല 6ലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഏത് സ്റ്റേജിലാണോ അല്ലെന്നുണ്ടെങ്കിൽ ഏത് ലെവലിലാണോ അവർ നിൽക്കുന്നത് ആ സമയത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, മറവിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിന് അധ്യാപകരും രക്ഷകർത്താക്കളും ഒരുപോലെ കുട്ടികൾക്കൊപ്പം നിന്നെങ്കിൽ മാത്രമേ മറവിയിൽ നിന്ന് രക്ഷപ്പെടുത്താനൊക്കത്തുള്ളൂ. അപ്പോൾ മറവിയെക്കുറിച്ച് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനൊക്കെ കൊണ്ട് അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമസ്കാരം.